ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് കൺസോളിഡേഷൻ റിപ്പോർട്ട് ഫ്രോം മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. പലപ്പോഴും നമുക്ക് ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചായിട്ടുള്ള ഷോറൂമിൻ്റെ ഒക്കെ ആണെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് കൺസോൾട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സീനാരിയോ ഒരു ഹോണ്ട 2 വീലർ ഷോറൂമിൻ്റെ 6 ഷോറൂമിൻ്റെ ഡാറ്റസ് അങ്ങനെ നമുക്ക് കൺസോൾട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഷീറ്റ് 3, ഷീറ്റ് 4, ഷീറ്റ് 5, ഷീറ്റ് 6, ഷീറ്റ് 7 ഇത്രയും ഏരിയ സെലക്ട് ചെയ്യുക. ഇതൊരു ഒരു ചെറിയ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷീറ്റിൽ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ 5 ഷീറ്റിലും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കാരണം വെഹിക്കിൾ വൈസ് ആക്റ്റീവ 3G, അതുപോലെ തന്നെ യൂണിക്കോൺ, ഡാസലർ. ഇതൊരു ഡെയിലി വൈസ് റിപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ടോട്ടൽ ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ ഒരു ഡെയിലി ഡേറ്റ് ഇട്ട് ഞാൻ ഡ്രാഗ് ചെയ്യാണ്, താഴത്തേക്ക് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് കൂടി ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് അറിയാൻ വേണ്ടി ടോട്ടൽ ഫോർമുല ടൈപ്പ് ചെയ്യാണ്. ഈക്വൽ ടു സം, ടോട്ടൽ ഈക്വൽ ടു സം ടൈപ്പ് ചെയ്ത് സം ബ്രാക്കറ്റ് ഓപ്പൺ, ഫുൾ ഏരിയ സെലക്ട് ചെയ്യണം. ഓക്കെ, അത് ഡ്രാഗ് ചെയ്യാം, നമുക്ക് അപ് ടു ബോട്ടം ഫുൾ ഡ്രാഗ് ചെയ്യാം. അതേപോലെ തന്നെ ടോട്ടലും ഞാൻ ഓരോ ദിവസത്തെ ടോട്ടൽ അറിയാൻ വേണ്ടി ഇതേപോലെ തന്നെ ഹൊറിസോണ്ടലിയും ഡാറ്റ ഡ്രാഗ് ചെയ്യണം. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ബോട്ടമിലേക്ക് ഡ്രാഗ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ എനിക്ക് ഫുൾ ടോട്ടൽ എമൗണ്ട് കിട്ടും. അല്ലാതെ ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം ഷീറ്റിലും ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോർമുലാസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഒറ്റയ്ക്ക് ഇതിൽ തന്നെ എല്ലാ പർട്ടിക്കുലർ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഞാൻ ഇതിനെല്ലാത്തിനും ഓരോ ബ്രാഞ്ച് ടൈപ്പ് ചെയ്യണം. ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2. നിങ്ങൾക്ക് കാണാം ബ്രാഞ്ച് 2ലും ഇതേ സെയിം തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രാഞ്ച് 3. ഇപ്പോൾ പല ഷോറൂമുകൾക്കും ഇതുപോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ പല സെയിൽസ് മെമ്പറുടെ ഡീറ്റെയിൽസ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പല സിനാരിയോസ് ഇതുപോലെ നമുക്ക് വരാറുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ബ്രാഞ്ചിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ സമ്മറി ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ ഒരു ഷീറ്റിൽ തന്നെ കൊണ്ടുവരാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷീറ്റ് 2ൽ ഇതിൻ്റെ 1 ടെംപ്ലേറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എനിക്കിവിടെ സമ്മറി ഷീറ്റ് വേണ്ടത് ഡാറ്റ പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിൻ്റെയും സമ്മാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഈ സം എനിക്ക് അവിടെ ടൈപ്പ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഇവിടെ സം ചേഞ്ച് ചെയ്യും വേണം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 3D ഫോർമുല ഉപയോഗിക്കുകയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഹെഡ് ഓഫീസാണ്, നമ്മളത് ഹെഡ് ഓഫീസ് ഷീറ്റാണ്. ഇവിടെ ഞാൻ സം ടൈപ്പ് ചെയ്യുമ്പോൾ ഈക്വൽ ടു സം ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ച് 1 ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആക്റ്റീവയുടെ ഫസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോർമുല ബോക്സ് സം ബ്രാഞ്ച് 1 എന്ന് കാണാം. ഇതിന് ഞാൻ ബ്രാഞ്ച് 1, 2, 3, 4 അപ് ടു 5 ബ്രാഞ്ച് വരെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 5ൽ C5 ആണ് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൽ ടോട്ടലി ഡ്രാഗ് ചെയ്യാം. ദാറ്റ് മീൻസ് എല്ലാ വെഹിക്കിൾ വൈസും അതുപോലെ തന്നെ എല്ലാ ഡേറ്റ് വൈസും താഴത്തേക്കും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഓരോ ചേഞ്ചസിനും ഇപ്പോൾ ബ്രാഞ്ച് 1ലോ ബ്രാഞ്ച് 2ലോ ഏതെങ്കിലും കോളത്തിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് സം നമുക്ക് ഹെഡ് ഓഫീസ് സമ്മിൽ കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ ആക്റ്റീവ് 10 പീസ് ഇട്ട് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതിൻ്റെ ടോട്ടൽ വന്നു. ഇനി അതുപോലെ ബ്രാഞ്ച് 3ലും ഞാൻ ടൈപ്പ് ചെയ്യാണ്, ആക്റ്റീവ് 3 ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഹെഡ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ടോട്ടൽ ആക്റ്റീവ് സെയിൽ 13. ദാറ്റ് മീൻസ് നമ്മൾ ബ്രാഞ്ച് 2ൽ വന്ന സെയിലും അതുപോലെ തന്നെ ബ്രാഞ്ച് 1ൽ വന്ന സെയിലും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്തു. ഇപ്പോൾ ബ്രാഞ്ച് 2ൽ 31 ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 23 ഇവിടെ. സോ ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് നമുക്ക് റിപ്പോർട്ട് കൺസൾട്ടേഷൻ വളരെ എത്ര മൾട്ടിപ്പിൾ ഷീറ്റ് പോലും ഇതുപോലെ ഫോർമുല വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഓരോ ബ്രാഞ്ചിനെയും ഓരോ ഷീറ്റിനെയും നമുക്ക് ഇതുപോലെ പ്രൊട്ടക്ട് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ബ്രാഞ്ചിൻ്റെ ആൾക്കാർക്ക് മാത്രമേ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നതോടെ ഇട്ട് കഴിഞ്ഞാൽ ഇതേ സെയിം ഫയൽ തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.